ബാബുലാൽ തനിക്കായി ഒരു ജോലി അന്വേഷിച്ച് ഗ്രാമത്തിൽ നിന്നും മുംബൈ നഗരത്തിലേക്ക് വന്നു. അദ്ദേഹം ഒരു ജോലിക്കായി ഒരുപാട് അന്വേഷിച്ചു നടന്നു. പക്ഷെ അദ്ദേഹത്തിന് എവിടെയും ഒരു ജോലി ലഭിച്ചില്ല. പിന്നെ ദിവസം മുഴുവൻ വെയിലത്ത് നടന്നതുകൊണ്ട് അദ്ദേഹത്തിന് ആകെ ക്ഷീണം തോന്നാൻ തുടങ്ങി. മുംബൈയിലേക്ക് വന്നാൽ എന്തെങ്കിലും ജോലി ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നാൽ എനിക്ക് സുഖമില്ലാതെ ആയിപ്പോയല്ലോ. സിറ്റിയിലുള്ള കാറ്റ് എനിക്ക് ഒത്തുവന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഡോക്ടറെ പോയി കാണണം. ബാബുലാൽ ഡോക്ടറെ കാണാനായി ചെന്നു. പക്ഷെ അവിടെ നോക്കിയപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അവരോട് അന്വേഷിച്ചപ്പോഴാണ് കാര്യമറിഞ്ഞത് അവരെല്ലാം കടയിലെ ആഹാരം കഴിച്ചത് കാരണം അവർക്ക് അസുഖം പിടിച്ചെന്ന്. ഇത് കേട്ടപ്പോൾ ബാബുലാലിന്റെ മനസ്സിൽ ഒരാലോചന തോന്നി. അങ്ങനെയാണോ? ഇതാണോ കാര്യം? നമ്മൾ എന്തിനാ ഇവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലോ? എനിക്കും ജോലി കിട്ടും, ഇവർക്കും ഭക്ഷണം കിട്ടും. ബാബുലാൽ ഡോക്ടറെ കണ്ട് തനിക്കുള്ള മരുന്നുകൾ വാങ്ങി. പിന്നെ തന്റെ വീട്ടിലേക്ക് വന്ന് ടിഫിൻ സർവീസ് ചെയ്യാനുള്ള എല്ലാ ജോലികളും ചെയ്തു. ആദ്യമായിട്ട് അദ്ദേഹം ചെന്ന് പലവ്യഞ്ജന കടയിൽ നിന്നും അദ്ദേഹം പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങി. പിന്നീട് അദ്ദേഹം പാത്രക്കടയിലേക്ക് ചെന്ന് പാത്രക്കാരന്റെ കയ്യിൽ നിന്നും ഒരുപാട് ടിഫിൻ ബോക്സ് വാങ്ങി. പിന്നെ വീട്ടിൽ പാചകം ചെയ്യാൻ തുടങ്ങി. വളരെ നന്നായിട്ട് പാചകം ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള എന്റെ ഭക്ഷണം അവർക്ക് ഇഷ്ടാവണമെങ്കിൽ ഞാൻ ശുദ്ധമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇന്നും നന്നായിട്ട് ഉണ്ടാക്കണം, എന്നാലേ ആരോഗ്യമായിട്ടുണ്ടാവുള്ളൂ. ബാബുലാൽ വളരെ വൃത്തിയായിട്ടും രുചികരമായിട്ടും ആഹാരം ഉണ്ടാക്കി. പിന്നെ ജനങ്ങളുടെ വീട് തോറും ചെന്ന് ആഹാരം നൽകി. എല്ലാവർക്കും അദ്ദേഹം നൽകുന്ന ആഹാരം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കാരണം അദ്ദേഹത്തിന് വീണ്ടും ഒരുപാട് ടിഫിനുള്ള ഓർഡറുകൾ ലഭിച്ചു. എന്റെ പൊന്നോ, ഞാൻ എങ്ങനെയൊക്കെ വിചാരിച്ചോ അതിനെക്കാട്ടും വളരെ നന്നായിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ മനഃപൂർവ്വമായിട്ട് ജോലി ചെയ്തേക്കണം, എന്നാലേ കുറെ ജനങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ. ബാബുലാൽ വളരെ കഠിനമായി അധ്വാനിച്ചു. എങ്കിലും അദ്ദേഹത്തിന് സമയത്തിന് എല്ലാവർക്കും ആഹാരം എത്തിക്കാൻ സാധിച്ചില്ല. അതിനു കാരണം അദ്ദേഹം തനിച്ച് ഒരാളായിട്ട് ജോലി ചെയ്യുകയാണ്. ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, പാചകം ചെയ്യുക, പിന്നെ ആഹാരം കൊണ്ടുപോയി ചേർക്കുക. അദ്ദേഹം നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ അതിരാവിലെ തന്നെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ബസ്സിന് വേണ്ടി ലൈനിൽ കാത്തു നിൽക്കുകയാണ്. ഇവിടെ വന്നു നോക്കുന്ന ആൾക്കാരെ കണ്ടാൽ ഇവര് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടുണ്ടാവില്ല തോന്നുന്നുണ്ടല്ലോ. ഒരു പക്ഷെ ഇവര് ബസ്സിൽ പോകുമ്പോൾ തന്നെ ടിഫിൻ കിട്ടിയാലോ? ഇവർക്ക് ഓഫീസിലും ശരിയായ നേരത്തിൽ പോകാൻ പറ്റും, പിന്നെ വിശപ്പും ഉണ്ടാവില്ല. ബാബുലാൽ ഒരു ബസ് റെസ്റ്റോറന്റ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഗ്രാമത്തിൽ നിന്നും തന്റെ ഭാര്യ പിന്നെ അനുജനെയും നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ ടിഫിൻ സർവീസ് മൂലം ഉണ്ടാക്കിയ കാശുകൊണ്ട് ഒരു 2 അടുക്കുള്ള ബസ് അദ്ദേഹം വാങ്ങി. ഇനി നമ്മളുടെ ഏരിയയിൽ ഇനി ആരും വിശപ്പോടെ ഉണ്ടാവുകയില്ല. ഞാൻ എല്ലാവർക്കും ടിഫിൻ കൊടുത്ത് പിന്നെ അവർ ഓഫീസിലേക്കും ഡ്രോപ്പ് ചെയ്യും. ശരി, ഇന്ന് തന്നെ നമുക്ക് തുടങ്ങിയേക്കാം. നല്ല കാര്യത്തിന് എന്താ നേരം നോക്കേണ്ടത്? ഇപ്പൊ ബാബുലാൽ പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ അനുജൻ 3 പേരും ചേർന്ന് ബസ്സിൽ റെസ്റ്റോറന്റ് ഉണ്ടാക്കാനായി ശ്രമിച്ചു. ഇത് നോക്ക്, എനിക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ ഓട്ടിച്ചോളാം. എന്റെ കൈകൊണ്ടുണ്ടാക്കുന്നത് ആരെങ്കിലും ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി, പിന്നെ അവരെവിടെയും ചെന്ന് കഴിക്കില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ആ, നീ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് എന്തിനാ നീ ഇങ്ങനെ ചുറ്റിയൊക്കെ പറയേണ്ടത്? എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, വണ്ടി ഓട്ടിക്കാനും അറിയാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആദ്യം പറഞ്ഞതല്ലേ ഞാൻ സിറ്റിയിലേക്കൊന്നും വരില്ല എന്ന്. കണ്ടില്ലേ, ഞാൻ വന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. പ്രയോജനമുണ്ട്. നീ ബസ്സും ഓട്ടണം, ഭക്ഷണം ഉണ്ടാക്കണം. നിന്നെ കൊണ്ട് പറ്റിയാൽ നീ ബസ്സും ഓട്ടിക്കണം, ഭക്ഷണം ഉണ്ടാക്കി സഹായിക്കണം. നീ വേറെ ജോലികളും ചെയ്യാം. അതിൽ എനിക്ക് എന്താ ഉള്ള ജോലി? 2 പേരുണ്ടല്ലോ 2 ജോലിയും ചെയ്യാൻ. ഭക്ഷണം കൊടുക്കാൻ വേറെ ആൾക്കാർ വേണ്ടേ? പിന്നെ ഭക്ഷണം കൊടുത്തതിന് ശേഷം കാശ് വാങ്ങിക്കാനും ഒരാൾ വേണ്ടേ നമുക്ക്? എന്നാൽ പിന്നെ ആ ജോലി നീ ഉണ്ടല്ലോ നോക്കാൻ. എന്നാ ശരി, ഞാൻ വെയിറ്റർ പ്ലസ് ബസ് കണ്ടക്ടർ. മനസ്സിലായി. ഇതാണ് കാര്യം. ഇനി നീ സിറ്റിയിൽ വന്നാൽ ഒരു പ്രയോജനം ഇല്ലെന്ന് നീ പറയില്ലല്ലോ. ഇല്ല, ഇനി ഞാൻ അങ്ങനെ പറയില്ല. വരൂ, നമുക്ക് പോയി ഒരു ഡെമോ ചെയ്തേക്കാം. പക്ഷെ ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് ആരാ ഓഫീസിലേക്ക് പോവുക? ഇന്ന് നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ബസ്സിൽ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് രാവിലെ ഒരു കഷ്ടം ഉണ്ടാവില്ലല്ലോ. ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ ബസ്സിലുള്ള റെസ്റ്റോറന്റ് ടൈപ്പ് ഒക്കെ മേലിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആർക്കൊക്കെ ഭക്ഷണം കഴിക്കണോ അവരൊക്കെ മേലോട്ട് വരും. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവർ താഴോട്ട് വന്നേക്കും. അതുകൊണ്ട് മറ്റുള്ള പാസഞ്ചർക്കും ഒരു തടസ്സവും ഉണ്ടാവില്ല. ഇത് വളരെ ശരിയായിരിക്കും. കിച്ചന്റെ മൊത്ത സെറ്റപ്പും നമ്മൾ മുകളിൽ തന്നെ ചെയ്തേക്കാം. എന്നാലേ രണ്ടും ഒന്നിനോടൊന്ന് മിക്സ് ആകാതെ ഇരിക്കൂ. 3
പേരും ചേർന്ന് ബസ്സിൽ റെസ്റ്റോറന്റ് ഉണ്ടാക്കാനുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. അവർ അവരുടെ പാത്രങ്ങൾ പിന്നെ കുറച്ച് ചെയറുകളോടൊപ്പം ചേർത്ത് കുറച്ച് ടേബിൾസും ബസ്സിൽ കൊണ്ടുവന്ന് വെച്ചു. അവർ മുകളിലത്തെ തട്ടിൻപുറത്ത് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തു വെച്ചു. ഈ സെറ്റപ്പ് ഒക്കെ തീർന്നു കഴിഞ്ഞു. ഇനി നാളെ രാവിലെ നോക്കിക്കോ, നമ്മുടെ സർവീസ് വളരെ നന്നായിട്ടുണ്ടാവും. പക്ഷെ അതിനു മുൻപേ നമ്മുടെ ബസ് റെസ്റ്റോറന്റിനെ കുറിച്ച് ജനങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ. നമ്മൾ ബസിന്റെ മുൻപിലായി വലിയൊരു ബോർഡ് വെക്കണം. ഇപ്പോ ബാബുലാൽ കടയിൽ നിന്നും ഒരു വലിയ ബോർഡ് ചെയ്ത് കൊണ്ടുവന്നു. അതിൽ വലിയ വലിയ എഴുത്തുകളിൽ എന്തെഴുതിയിരുന്നെന്നാൽ ബാബു ബസ് റെസ്റ്റോറന്റ്. അവരാ ബോർഡ് ബസിന്റെ മുൻപിലായി തൂക്കിയിട്ടു. ഇപ്പൊ എല്ലാരും രാവിലെ നേരം വെളുക്കാൻ വേണ്ടി കാത്തിരുന്നു. നേരവും വെളുത്തു, പക്ഷെ ആരും തന്നെ അവരുടെ ബസ് റെസ്റ്റോറന്റിലേക്ക് വന്നില്ല. ഇത് കണ്ടതും അവർ 3 പേർക്കും ആകെ വിഷമമായി. ഇത് എന്താണ് ചേട്ടാ, നമ്മുടെ ബസ്സിന് ആരും വരുന്നില്ലല്ലോ, എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ, നമ്മൾ എന്നെ പോയി ജനങ്ങളൊക്കെ വിളിച്ചോണ്ട് വരണം. ഇപ്പോൾ ബാബുലാലും ശ്യാംലാലും രണ്ടുപേരും ചേർന്ന് അവരുടെ ബസ് റെസ്റ്റോറന്റിനെ കുറിച്ച് ജനങ്ങളോട് പറയാൻ തുടങ്ങി. ഇവിടെ നോക്ക് ചേട്ടാ, നിങ്ങൾ ഈ വെയിലത്ത് ഈ ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന പകരം ഞങ്ങളുടെ ബസ്സിലൊന്ന് ഇരുന്നോളൂ. അവിടെ വന്നാൽ നിങ്ങൾക്ക് ടിഫിനും കിട്ടും, പിന്നെ നിങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തോളും. അങ്ങനെയാണോ? അങ്ങനെ എവിടെയാ ഉള്ളത്? അവിടെ പോയ ടിഫിൻ കിട്ടുമോ? ബസ് റെസ്റ്റോറന്റ് നിങ്ങൾ തന്നെ വന്ന് കണ്ടോളൂ, വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം തന്റെ ഒരുപാട് കൂട്ടുകാരികളെ കൂടെ കൂട്ടിക്കൊണ്ട് ബാബുലാലിന്റെ ബസ് റെസ്റ്റോറന്റിലേക്ക് വന്നു. ബാബുലാലിന്റെ ഭാര്യ എല്ലാവർക്കും വേണ്ടിയും രാവിലെ ടിഫിൻ ചെയ്തു. അതെല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ് ചേട്ടാ. ഞങ്ങൾ കൃത്യസമയത്തിന് നേരെ ഓഫീസ് വന്ന പോലെയുണ്ട്, ഭക്ഷണം കഴിച്ച പോലെയുണ്ട്. ഞങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. പക്ഷെ ഞങ്ങളുടെ ബസ്സിൽ ആരും കയറുന്നില്ലല്ലോ. കാരണം ഈ ബസ് റെസ്റ്റോറന്റിനെ പറ്റി ജനങ്ങൾക്ക് ആർക്കും അറിയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ആരും വരാത്തത്. അറിഞ്ഞാലേ പിന്നെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ തന്നെ കണ്ടില്ലേ, നിങ്ങൾ ഈ കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയുന്നത്. ഞാൻ ഇത്രയും വലിയ ബോർഡ് വെച്ചിട്ടുണ്ടല്ലേ, ജനങ്ങൾക്ക് ഇതുപോലെ അറിയില്ലെങ്കിൽ പിന്നെ വേറെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷേ ബോർഡ് വെച്ചെങ്കിലും ഈ ബസ് കാണാൻ ജനങ്ങൾ ഇങ്ങോട്ട് വരണ്ടേ? ജനങ്ങളൊക്കെ ഈ ബസ്സിനടുത്ത് വരാതെ തന്നെ ഈ ബസ് റെസ്റ്റോറന്റിനെ പറ്റി അറിയുന്നത് പോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, എന്നാലേ നിങ്ങൾ വിചാരിച്ച് നടക്കുള്ളൂ. ഇത് നല്ല കാര്യം തന്നെ. ഇപ്പോ ബാബുലാൽ ഒരുപാട് പാംപ്ലെറ്റ്സ് അവിടെ ഒട്ടിച്ചു വെച്ചു. പിന്നെ ഓരോ സ്ഥലമായി ചെന്ന് എല്ലാവരുടെ കയ്യിലും അത് കൊടുത്തു. പിന്നെ അത് ബസ് സ്റ്റാൻഡിൽ ലൈനിൽ നിൽക്കുന്ന ആ ജനങ്ങൾക്കും നൽകി. അതുമാത്രമല്ലാതെ അദ്ദേഹം വീടുകൾ തോറും ചെന്ന് ആളുകളുടെ കയ്യിൽ ആ പാംപ്ലെറ്റ്സ് നൽകി. ഇതുമൂലം ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ ബസ് റെസ്റ്റോറന്റിനെ കുറിച്ച് അറിയാൻ തുടങ്ങി. ഇപ്പോ അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിലേക്ക് ആളുകൾ കൂട്ടമായി വരാൻ തുടങ്ങി. അതിന്റെ ചേട്ടാ, ഒന്ന് പയ്യെ വരൂ. ബസ് നിങ്ങളെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല. വളരെ ശ്രദ്ധയോടെ ഇരിക്കൂ. ശ്യാംലാൽ എല്ലാവർക്കും ടിക്കറ്റ് നൽകി. പിന്നെ ആഹാരത്തിനുള്ള ഓർഡേഴ്സും വാങ്ങി. ഒരു വശത്ത് ബാബുലാലിന്റെ ഭാര്യ ആഹാരം ചെയ്യുന്നു. ഞങ്ങൾ 4 പേർക്കും ഓരോരോ ആലു പൊറോട്ട ചെയ്യൂ. ശരി മാഡം, ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഒരുപാട് കസ്റ്റമേഴ്സ് മുകളിലത്തെ അടുക്കിൽ കഴിക്കുന്നുണ്ട്. വീണ്ടും കുറെ ആളുകൾ താഴത്തെ അടുക്കിൽ നിന്ന് യാത്ര ചെയ്യുന്നുണ്ട്. ഇതാ മാഡം, നിങ്ങൾ ചോദിച്ച ആലു പൊറോട്ട ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ തന്നെ വളരെ ടേസ്റ്റുള്ള സാധനമാണ്. താങ്ക് യു ചേട്ടാ. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ബാബുലാലിന്റെ ബസ് റെസ്റ്റോറന്റിൽ ആളുകൾ കൂട്ടമായി വരാൻ തുടങ്ങി. ഇപ്പോ എല്ലാവർക്കും ഈ ബസ് റെസ്റ്റോറന്റിനെ കുറിച്ചുള്ള കാര്യം അറിയാൻ തുടങ്ങി. അതുകൊണ്ട് എല്ലാരും ഇതിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ കുറച്ചു ദിവസത്തിനകം തന്നെ ബാബുലാൽ ആ നഗരത്തിലെ പ്രസിദ്ധനായ മനുഷ്യനായി മാറി. അങ്ങനെ അദ്ദേഹം ഒരുപാട് കാശുണ്ടാക്കി ആ നഗരത്തിൽ തന്നെ അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വീട് വാങ്ങി. ഒരു ഗ്രാമത്തിൽ മീനയെന്നും റീനയെന്നും 2 സഹോദരിമാർ ജീവിച്ചിരുന്നു. റീന മൂത്തവൾ, പിന്നെ റീന അവളെക്കാൾ 2 വയസ്സിന് ഇളയതും. രണ്ടുപേരും തമ്മിൽ ഒരുപാട് സ്നേഹത്തിലായിരുന്നു. അവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. അവരുടെ അച്ഛനും റീന മീന എന്ന പേരിൽ ഒരു ഡാബയും ഉണ്ടായിരുന്നു. അവരുടെ അച്ഛൻ മരിച്ചതിനു ശേഷം റീനയും മീനയുമാണ് ആ ഡാബ നടത്തിക്കൊണ്ടുവന്നിരുന്നത്. മീനെ, നിനക്ക് ഓർമ്മയുണ്ടോ നാളെ നമുക്ക് പച്ചക്കറിയുടെ സ്റ്റോക്ക് എടുത്തു കൊണ്ടുവരണം? എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചി. രാവിലെ വാൻ റെഡിയാക്കാൻ ഞാൻ ഹരിയോട് പറഞ്ഞിട്ടുമുണ്ട്. നല്ല കാര്യം. വാ, നമുക്ക് കഴിഞ്ഞ മാസത്തെ കണക്കെടുത്ത് നോക്കാം. ആ 2 സഹോദരിമാരും ഇതുപോലെ ഡാബയിലെ ജോലിയെല്ലാം ഒരുമിച്ച് ചെയ്യുമായിരുന്നു. രണ്ടുപേർക്കുമിടയിൽ ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടേയില്ല. രണ്ടുപേർക്കും തമ്മിൽ ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു.
അടുത്ത ദിവസം രാവിലെ റീന, എഴുന്നേക്ക് വാ, നമുക്ക് വേഗം പുറപ്പെടണം. റീന ഒരു മറുപടിയും പറഞ്ഞില്ല. അതുകൊണ്ട് മീന റീനയെ തൊട്ടുനോക്കി. അപ്പോൾ റീനയ്ക്ക് നന്നായി പനിക്കുന്നുണ്ടെന്ന് മീന മനസ്സിലാക്കി. അയ്യോ, ഇതെന്താ? റീനയുടെ ദേഹം ചൂടുണ്ടല്ലോ. ഇവൾക്കിതെങ്ങനെ പെട്ടെന്ന് ഇത്ര പനി പിടിച്ചു? ഞാൻ ഉടനെ നല്ല ഡോക്ടറെ വിളിക്കണം. മീന ഉടനെ ഹരിയയോട് പറഞ്ഞ് ഒരു ഡോക്ടറിനെ വിളിച്ചു വരുത്തി. ഡോക്ടർ റീനയെ ചെക്ക് ചെയ്തിട്ട് ചില മരുന്നുകളും കുറിച്ചു കൊടുത്ത് അവളോട് നന്നായി വിശ്രമിക്കാൻ പറഞ്ഞു. മീനയും റീനയോട് നന്നായി വിശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ മീനെ, നീ ഇപ്പൊ എങ്ങനെ ഒറ്റയ്ക്ക് പോകും? ഡാബ എങ്ങനെ നീ നോക്കും? ഈ സമയത്താണോ എനിക്ക് അസുഖമൊക്കെ വരേണ്ടത്? റീന, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം നിന്റെ ആരോഗ്യം നന്നായി നോക്ക്. ഞാനിപ്പോ ഹരിയോടൊപ്പം ചെല്ലാം. പിന്നെ പച്ചക്കറി വാങ്ങിയിട്ട് ഡാബയിലേക്ക് വരാം. അത് കഴിഞ്ഞ് നിന്നെ കാണാൻ വരാം. മീന ഇതുവരെ ഒരിക്കലും തനിച്ച് ഒരു കാര്യവും ചെയ്തിട്ടേയില്ല. അതുകൊണ്ട് അവൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അവൾ ഹരിയെയും കൂട്ടി പച്ചക്കറി മാർക്കറ്റിലേക്ക് പോയി. അവിടെ അവൾ ഒരു പച്ചക്കറി കടക്കാരനെ കണ്ടു. വരൂ മേഡം, വരൂ. ഏത് പച്ചക്കറിയാ പാക്ക് ചെയ്യേണ്ടത്? എല്ലാം ഫ്രഷാണ്. ഏതാണ് വേണ്ടത് മേഡം? ചേട്ടാ, 5 കിലോ തക്കാളി, പിന്നെ 10 കിലോ ഉരുളക്കിഴങ്ങ്. അയ്യോ മേഡം, ചേട്ടനെന്ന് വിളിക്കരുതേ. എനിക്കും നിങ്ങളുടെ പ്രായമാണ്. എന്റെ പേര് രാഹുൽ. എന്റെ പേര് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആഹാ, അതെ അതെ. അപ്പൊ രാഹുൽ അങ്ങുന്നേ. ഇങ്ങനെ രാഹുലിനും മീനയ്ക്കുമിടയിൽ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അന്നു മുതൽ മീന എന്നും പച്ചക്കറി രാഹുലിന്റെ കയ്യിൽ നിന്നേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അവനോട് തന്റെ ഡാബയെക്കുറിച്ച് എല്ലാം തന്നെ പറഞ്ഞു. ഹാ, ഞാനും എന്റെ ചേച്ചിയാണ് ഡാബ നടത്തുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പൈസ പാതിയാക്കി വീതിക്കും. ഞങ്ങൾക്ക് അച്ഛനില്ല. എന്റെ ചേച്ചി വളരെ നല്ലവരാ. എന്നെ വളരെ നന്നായി നോക്കും. രാഹുൽ മീന പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേ നിന്നു. അതിനുശേഷം അവൻ ഇങ്ങനെ പറഞ്ഞു. മീനെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരുന്നു. ഹാ, പക്ഷെ ഞാനിപ്പോ ഡാബയിൽ ചെന്ന് പണി ചെയ്യണം. ഇന്ന് എന്റെ ചേച്ചിയും അവിടെയില്ല. ഞാൻ ഒറ്റയ്ക്കല്ല എങ്ങനെ നോക്കുമെന്ന് അറിയില്ല. ആ ശരി, എന്നാൽ ഞാൻ നിന്റെ കൂടെ വരാം. നിനക്ക് തനിയെ കഷ്ടപ്പെടേണ്ട ആവശ്യവും വരില്ല. എനിക്കും നിന്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാം. മീന രാഹുലിനെ തന്നോടൊപ്പം ഡാബയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ ഡാബ കണ്ട് രാഹുൽ മീനയോട് ഇങ്ങനെ പറഞ്ഞു. നിന്റെ ഡാബ കാണാൻ അടിപൊളിയാണല്ലോ. എന്നാൽ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇതിൽ റീന മീന ഡാബ എന്ന് പേര് വെക്കാതെ മീന ഡാബ എന്ന് മാത്രം പേര് വെച്ചാൽ മതിയായിരുന്നു. നീ എത്രത്തോളം സുന്ദരിയാ, എത്രത്തോളം അധ്വാനിക്കുന്നു. എന്റെ ആഗ്രഹം ഇതിൽ മീന ഡാബ എന്ന് മാത്രം മതിയെന്ന. ഇല്ല, നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത്? ഈ ഡാബ ഞങ്ങൾ രണ്ടുപേരുടെ പ്രയത്നമാണ്. അതുകൊണ്ട് ഇതിന്റെ പേര് റീന മീന ഡാബ എന്നാണ്. ഇപ്പോൾ ഞാനില്ലേ നിന്നെ സഹായിക്കാൻ. ഇപ്പോൾ നിന്റെ ചേച്ചിയുടെ ആവശ്യം എവിടെ? എന്താ ഒന്ന് ചിന്തിക്ക്. ഇപ്പോൾ ഈ ഡാബ മുഴുവനും നിന്റെ സ്വന്തമാണെന്ന് കരുത്. നമുക്ക് രണ്ടുപേർക്കും എത്ര സന്തോഷത്തോടെ ജീവിക്കാം. റീനയ്ക്ക് ഒരുപാട് നാളായി രോഗം ഭേദമായതേയില്ല. മറ്റൊരു വശത്ത് രാഹുൽ മീനയെ പതുക്കെ പതുക്കെ റീനയ്ക്ക് എതിരായി മാറ്റി. അവൻ മീനയോട് ആ ഡാബ അവളുടെ പേരിൽ എഴുതി വാങ്ങിക്കാൻ വേണ്ടി പറയും. പിന്നെ അവളെ കല്യാണം കഴിക്കാമെന്നും പറയും. അങ്ങനെ രണ്ടുപേർക്കും സന്തോഷമായി ജീവിക്കാമെന്നും പറയും. മീനയും പതുക്കെ പതുക്കെ അവൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഡാബയുടെ മുദ്രപത്രം റെഡിയാക്കി റീനയെ കബളിപ്പിച്ച് അവളുടെ ഒപ്പും വാങ്ങിച്ചു. റീനയുടെ അസുഖം ഭേദമായതേയില്ല. അതുകൊണ്ട് റീന ഒന്നും ചോദിക്കാതെ ആ മുദ്രപത്രത്തിൽ ഒപ്പിട്ടു. അതിനുശേഷം മീന അവരുടെ പേരായ റീന മീന ഢാബ എന്നത് മാറ്റി മീന ഢാബ എന്ന് മാത്രം വെച്ച് രാഹുലിന്റെ കൂടെ തന്നെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ റീനയുടെ അസുഖവും ഭേദമായി. അവൾ ഢാബയിലേക്കും പോയി. അവൾ രാഹുലിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ രാഹുലിനെ കണ്ടതും അവൻ ആള് ശരിയല്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. മീനെ, നീ എന്താ ചെയ്യുന്നത്? നീ എന്തിനാ നമ്മുടെ ബോർഡ് മാറ്റിയത്? പിന്നെ ഇതാരാ? ഇപ്പൊ ഈ ഡാബ എന്റെയാ. നിനക്ക് ഇതിലൊരു അർഹതയുമില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ ആ പേപ്പർ കാണിക്കാം. പിന്നെ റീന, നീ ഇവിടുന്ന് നിരന്തരമായി പോകുന്നത് നിനക്ക് നല്ലത്. പിന്നെ ഈ ഡാബയെ എന്റെ കാമുകനോടൊപ്പം നോക്കാൻ സമ്മതിക്കേ. രാഹുലാണ് ഇപ്പോൾ മീനയുടെ മനസ്സ് മാറ്റിയതെന്ന് റീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവനുമായി വഴക്കുണ്ടാക്കുന്നത് ശരിയാവില്ല എന്നവൾ കരുതി. ഇതെല്ലാം ചെയ്തത് രാഹുലാണെന്നുള്ളത് റീനയ്ക്ക് വളരെ നന്നായി മനസ്സിലായി. രാഹുലിനോടുള്ള പ്രേമമാണ് മീനയെ ഇപ്പോൾ ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി. അതിനുശേഷം മീന ഡാബയുടെ മുൻപിൽ തന്നെ
ഒരു ചെറിയ തട്ടുകടയിൽ റീന ഢാബ എന്ന പേരിൽ ഒരു ഢാബ റീന നടത്താൻ തുടങ്ങി. എന്നാൽ ഫേമസ് ആയ മീന ഢാബ ഉള്ളതുകൊണ്ട് റീനയുടെ ഢാബയിലേക്ക് ആരും തന്നെ വന്നില്ല. എന്റെ ഡാബ നന്നായി നടക്കുന്ന പോലെ ഞാൻ വേണം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. അത് കഴിഞ്ഞ് എനിക്ക് മീനയോട് സത്യം പറയാനാകൂ. എന്നിട്ട് രാഹുലിന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താനാകൂ. റീന ഒരുപാട് ചിന്തിച്ച ശേഷം അവൾക്ക് ഒരു ഐഡിയ തോന്നി. അവൾ ഒരു പാത്രത്തിൽ തന്നെ 54 തരത്തിലുള്ള ഭക്ഷണങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ കസ്റ്റമേഴ്സിന് ഒരുപാട് വെറൈറ്റി കിട്ടുമെന്നും അവൾ കരുതി. അപ്പോൾ ഒരു പാത്രം കൊണ്ട് തന്നെ അവരുടെ മനസ്സും വയറും ഒരുമിച്ച് നിറയുമല്ലോ. ഇങ്ങനെ എന്തെങ്കിലും പുതിയതായി ചെയ്താൽ തന്റെ ഢാബയിലേക്ക് ഒരുപാട് ആൾക്കാർ വരുമെന്ന് അവൾ കരുതി. ഹാ, ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഇതിന്റെ പേര് ബാഹുബലി താലി എന്ന് വെക്കാം. പിന്നെ എന്റെ ഈ ബാഹുബലി താലി സിറ്റി മുഴുവനും ഫേമസ് ആകും. റീന തന്റെ ബാഹുബലി ഥാലി ലോഞ്ച് ചെയ്തു. അങ്ങനെ നോക്കി നിൽക്കെ തന്നെ റീനയുടെ ബാഹുബലി ഥാലി സിറ്റി മുഴുവനും ഫേമസ് ആയി. അങ്ങനെ അവളുടെ റീന ഢാബയെ എല്ലാവരും ബാഹുബലി റീന ഢാബ എന്ന് വിളിക്കാനും തുടങ്ങി. അവൾ ഒരുപാട് പണം സമ്പാദിച്ച് അവളുടെ ഢാബ വളരെ വലിയൊരു ഢാബയാക്കി മാറ്റി. ഇത് കാരണം മീനയ്ക്ക് തന്റെ മീന ഢാബ അടയ്ക്കേണ്ടതായി വന്നു. ഒരു രാത്രിയിൽ റീന തന്റെ ഢാബ അടച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ 2 ആൾക്കാർ ഒച്ചപ്പാടോടെ ബഹളമുണ്ടാക്കുന്നത് കേട്ടു. ആ, നിന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ബാക്കിയില്ലല്ലോ. എനിക്ക് നിന്റെ കൂടെ ഒന്നും ജീവിക്കാൻ വയ്യ. ഞാൻ പോകുക. നീ തന്നെ നിന്റെ ഢാബ നടത്ത്. ഒന്നും പറ്റില്ലെങ്കിൽ ഇവിടെ ഇരുന്നോ. ഇവിടെ ഈ ഢാബയിൽ തന്നെ നീ തൂങ്ങിച്ചാവ്. പക്ഷേ നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? പിന്നെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് നീ പറഞ്ഞു. പണമുള്ളതുവരെ സ്നേഹമൊക്കെ കാണും. ഇപ്പോൾ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് എനിക്കറിയില്ലേ. ഇത് എല്ലാം കേട്ട് മീന കരയാൻ തുടങ്ങി. രാഹുൽ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അപ്പോൾ റീന മീനയുടെ അടുത്തേക്ക് വന്നു. അവൾ മീനയെ കെട്ടിപ്പിടിച്ചു. മീന ഒരുപാട് കരഞ്ഞു. അവൾ റീനയോട് മാപ്പും ചോദിച്ചു. റീനയും അപ്പോൾ മീനയോട് ക്ഷമിച്ചു. അങ്ങനെ ആ 2 സഹോദരിമാരും ചേർന്ന് അവരുടെ 2 ഢാബയായ മീന ഢാബയും പിന്നെ റീന ഢാബയും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയി നാട് മുഴുവനും ഫേമസ് ആയി. രാജസ്ഥാനിലെ ഒരു ജില്ലയിൽ ഇന്ദ്രലോക് എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. ഈ ഗ്രാമത്തിന്റെ പേര് ഇന്ദ്രലോക് എന്ന് എങ്ങനെ വന്നെന്നാൽ ആ ഗ്രാമത്തിലെ ജനങ്ങൾ മഴ വിശ്വസിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. അവർ എല്ലാവരും മഴ പെയ്യിക്കുന്നത് ഇന്ദ്രദേവനാണെന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾ വർഷത്തിൽ ഒരു തവണ ഇന്ദ്രദേവന് വേണ്ടി വലിയ യാഗങ്ങൾ ചെയ്യും. നമ്മുടെ ഗ്രാമം മരുഭൂമിയിലാണെങ്കിൽ പോലും എത്ര നല്ലതാണ്. അതെ, ഇന്ദ്രദേവന്റെ ദയവ് നമ്മുടെ ഗ്രാമത്തിനുണ്ട്. ഇല്ലെങ്കിൽ മരുഭൂമിയിൽ ഇത്രയും നല്ല ഗ്രാമം ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുമില്ല. പിന്നെ ഇങ്ങനെ ഒന്നും കേട്ടിട്ട് പോലുമില്ല. ഹാ, അതെ അതെ, ഈ ഗ്രാമത്തിൽ ഇന്ദ്രദേവന്റെ കരുണയുണ്ട്. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ കൃത്യസമയത്ത് ഇവിടെ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മരുഭൂമിയിൽ പോലും നമുക്ക് വെള്ളമൊക്കെ കിട്ടുന്നു. ഇത്തവണ ഇന്ദ്രദേവന് വേണ്ടി വലിയ യാഗം നടക്കാൻ പോകുന്നു. അതിനുള്ള ഏർപ്പാടുകളൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യണം. നീ പറഞ്ഞത് ശരിയാ. എല്ലാം നന്നായി നോക്കണം. ഇന്ന് ചേട്ടനെ വിളിച്ചു കൊണ്ടുവരാൻ ഞാൻ എയർപോർട്ടിലേക്ക് പോകുക. ചേട്ടൻ വിദേശത്ത് നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. നിങ്ങൾ ചേട്ടനെ വിളിച്ചു കൊണ്ടുവരാൻ പോകൂ. ഞാൻ ഇവിടുത്തെ കാര്യമെല്ലാം നോക്കാം. സുരേഷ് തന്റെ വലിയ ചേട്ടനെ വിളിച്ചുകൊണ്ടുവരാൻ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. മറുവശത്ത് സുപ്രിയ യാഗത്തിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തു. സുരേഷ് കുറച്ചു സമയത്തിനു ശേഷം തന്റെ ചേട്ടൻ മഹേഷിനെ എയർപോർട്ടിൽ നിന്നും വിളിച്ച് ഇന്ദ്രലോകിലേക്ക് വന്നു ചേർന്നു. മഹേഷ് ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. അയാൾക്കിവിടെ ശുദ്ധവായു, ശുദ്ധജലം, പിന്നെ തെളിഞ്ഞ ആകാശത്തിന് താഴെ ജീവിക്കാൻ അയാൾക്ക് ഒരുപാട് ഇഷ്ടമായി. ആഹാ, വാ, എന്റെ ഗ്രാമം എന്ത് മനോഹരമാ. എന്നാൽ ഞാൻ വിദേശത്ത് പോയി കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്താ ചേട്ടാ, വിദേശമൊന്നും ഇഷ്ടമാകുന്നില്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അവിടെ ആകാശമൊന്നും ഇത്രയും നല്ല അളവിൽ ക്ലിയർ അല്ല മോനെ. അവിടെ എവിടെ നോക്കിയാലും ആകാശത്തിൽ മുഴുവനും പുകയായിരിക്കും. ഫാക്ടറിയിൽ നിന്നും വരുന്ന ആ പുക, പിന്നെ വെഹിക്കിൾസിന്റെ പുക. അവിടെ കുടിക്കാൻ വേണ്ടി ബോട്ടിൽ വെള്ളം വേണം വാങ്ങിക്കാൻ. എന്നാൽ ഇവിടെ നദിയിൽ കുടിച്ചാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം കുടിക്കാം. അതും ശരിയാണ്. നമ്മുടെ ഗ്രാമം പോലെ മനോഹരമായ ഗ്രാമം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇന്ന് എനിക്കും അങ്ങനെയാ തോന്നുന്നത്. എനിക്ക് ഈ ഗ്രാമത്തിൽ നിന്നും പോകാനേ തോന്നുന്നില്ല. ഇങ്ങനെ മഹേഷും സുരേഷും അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് സുപ്രിയ വന്നു. നമസ്കാരം ചേട്ടാ. നമസ്കാരം, സുഖമാണോ?
ഞാൻ സുഖമായിരിക്കുന്നു. ചേട്ടനോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടി സുഖം കിട്ടിയതുപോലെയുണ്ട്. സുപ്രിയയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അതിൽ യാഗത്തിന് വേണ്ട സാധനങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ അത് എന്താണ്? ചേട്ടാ, ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാ വർഷവും ഇന്ദ്രദേവന് വേണ്ടി ഒരു വലിയ യാഗം ചെയ്യും. ഇത്തവണയും ആ യാഗം ചെയ്യാൻ പോകുന്നു. ആ യാഗത്തിനായുള്ള സമയവും ഇങ്ങെത്തി. ഞാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാ. സുപ്രിയ പറഞ്ഞ ഈ കാര്യങ്ങൾ കേട്ട് മഹേഷ് അപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി. ഇന്ദ്രദേവന് പൂജയോ എന്നുവെച്ചാൽ? താങ്കൾക്ക് അറിയാമല്ലോ, ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പേര് ഇന്ദ്രലോകം. ഞങ്ങളുടെ ഗ്രാമത്തിന് ഇന്ദ്രദേവന്റെ ദയവുണ്ട്. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ കൃത്യസമയത്ത് മഴ പെയ്യുന്നു. ഇതിലൂടെ ഞങ്ങൾക്ക് വെള്ളത്തിന്റെ പ്രശ്നവും വരുന്നില്ല. അയ്യോ, ഇതൊക്കെ വെറും കെട്ടുകഥകളാ. അയ്യോ, ഈ കാലഘട്ടത്തിൽ നീയും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എന്താ ഇത്? ചേട്ടാ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവരെല്ലാം ഇതെല്ലാം വിശ്വസിക്കുന്നു. പിന്നെ ഈ യാഗം ഇന്നു മുതലല്ല, വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. താങ്കളും യാഗത്തിന് ഉറപ്പായും വരണം. അതുപോട്ടെ, ഈ പൂജകളൊക്കെ എവിടെയാ നടക്കുന്നത്? താങ്കളുടെ നിലത്തിൽ തന്നെ. അവിടെ ഇന്ദ്രദേവന്റെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. അവിടെയാണ് എപ്പോഴും യാഗം നടക്കാറ്. എടാ സുരേഷ്, ആ ക്ഷേത്രം നിനക്ക് എന്നെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ആ വരൂ വരൂ. സുരേഷ് തന്റെ ചേട്ടൻ മഹേഷിനെ അവരുടെ നിലത്തിലേക്ക് കൊണ്ടുപോയി. ആ നിലത്തിനകത്ത് ഇന്ദ്രദേവന്റെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. നിലത്തിലേക്ക് വന്നതിന് ശേഷം മഹേഷ് ആ ക്ഷേത്രത്തിൽ തന്നെ നോക്കി നിന്നു. അങ്ങനെയാണോ? എല്ലാ അന്ധവിശ്വാസത്തിനും കാരണം ഈ ചെറിയ ക്ഷേത്രമാണോ? മഹേഷ് മുൻപിലേക്ക് പോയി ദേവന്റെ ശില്പം അയാളുടെ കൈകൊണ്ട് തകർത്തു. മഹേഷ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് സുരേഷ് അപ്പോൾ ഒരുപാട് പേടിച്ചുപോയി. എന്താ ചേട്ടാ ചെയ്യുന്നത്? അന്ധവിശ്വാസം ഞാൻ തകർക്കാൻ പോവുകയാ. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മഹേഷ് ഇന്ദ്രദേവന്റെ ക്ഷേത്രം തകർത്തു കളഞ്ഞു. ഇതെല്ലാം ആകാശത്തിൽ നിന്നും ഇന്ദ്രദേവനും കാണുന്നുണ്ടായിരുന്നു. മഹേഷ് ഇങ്ങനെ തന്റെ ക്ഷേത്രം തകർത്തതുകൊണ്ട് ഇന്ദ്രദേവന് മഹേഷിനോട് ദേഷ്യം തോന്നി. അദ്ദേഹം വളരെ ദേഷ്യത്തോടെ മേഘങ്ങളിലേക്ക് നോക്കി. ഇത് കാരണം ആകാശത്തിൽ കഠിനമായ ഇടിയും മിന്നലും അടിക്കാൻ തുടങ്ങി. ഇന്ദ്രദേവന്റെ ഈ ഭയങ്കരമായ ദേഷ്യം കാരണം മേഘങ്ങൾ ബലമായി മഴ പെയ്ച്ചു. അങ്ങനെ ഇന്ദ്രലോക ഗ്രാമത്തിൽ വളരെ ഭയാനകരമായ മഴ പെയ്യാൻ തുടങ്ങി. ഇത് കാരണം ആ ഗ്രാമത്തിലേക്ക് വെള്ളവും വന്നു. അയ്യോ, എന്താ ഇത്? പെട്ടെന്ന് ഇത്രയും മഴ പെയ്യുന്നു. ഇതിനെല്ലാം കാരണക്കാരൻ ചേട്ടൻ തന്നെയാ. ചേട്ടൻ ആ ക്ഷേത്രം തകർത്ത് തെറ്റ് ചെയ്തു. അയ്യോ, നീ എന്താ ഈ പറയുന്നത്? ഒരു ചെറിയ ക്ഷേത്രം തകർത്താൽ ഇങ്ങനെയൊക്കെ മഴ പെയ്യുമോ? ആ മഴ വീണ്ടും ശക്തിയായിക്കൊണ്ടേ വന്നു. അങ്ങനെ ഗ്രാമത്തിലേക്ക് വെള്ളം വന്നുകൊണ്ടേയിരുന്നു. ഇത് കാരണം ഗ്രാമത്തിൽ എല്ലായിടത്തും വെള്ളപ്പൊക്കമായി. അങ്ങനെ എല്ലാവരുടെയും വീടുകൾ വെള്ളത്തിൽ മുങ്ങാനും തുടങ്ങി. അപ്പോഴാണ് സുപ്രിയ സുരേഷിന്റെ അടുത്ത് വന്ന്, അയ്യോ, പെട്ടെന്ന് ഗ്രാമത്തിൽ ഇങ്ങനെ എന്താ മഴ പെയ്യുന്നത്? ഇതിനെല്ലാം കാരണം മഹേഷ് ചേട്ടനാ. അദ്ദേഹം ഇന്ദ്രദേവന്റെ ക്ഷേത്രം തകർത്തു. അദ്ദേഹം ചെയ്ത തെറ്റിന് ഇപ്പോൾ ഗ്രാമം മുഴുവനും കഷ്ടപ്പെടുന്നു. എന്നാൽ ഇന്ദ്രന്റെ ശില്പം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മഹേഷ് ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു വലിയ പാപം ചെയ്തു. നമുക്ക് വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കം കാരണം നമ്മുടെ ഗ്രാമം തന്നെ മുങ്ങും. ഇവിടെ മുഴുവനും നശിച്ചു പോകും. സുപ്രിയയും സുരേഷും രണ്ടുപേരും നിലത്തിലെ പഴയ ക്ഷേത്രത്തിന്റെ അടുത്ത് പോയി ആ ക്ഷേത്രമുണ്ടായിരുന്ന സ്ഥലത്തിൽ ഇന്ദ്രദേവന്റെ ശില്പം വെച്ച് അദ്ദേഹത്തിന്റെ മുൻപിൽ ഭക്തിയോടെ പ്രാർത്ഥിച്ചു. ഇന്ദ്രദേവനെ, ഞങ്ങളോട് ക്ഷമിച്ചാലും മഹേഷ് ചേട്ടൻ ചെയ്ത തെറ്റ് കാരണം ഞങ്ങളുടെ ഗ്രാമത്തെ മുഴുവൻ ശിക്ഷിക്കരുത്. ഇന്ദ്രദേവ, എന്റെ ചേട്ടൻ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കാം. ചെറുപ്പം മുതലേ ചേട്ടൻ സിറ്റിയിലായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ ഇതെല്ലാം അന്ധവിശ്വാസമായി തോന്നുന്നു. ചേട്ടനോട് ദയവ് ചെയ്ത് ക്ഷമിക്കൂ. താങ്കൾക്ക് ഞങ്ങൾ വീണ്ടും ക്ഷേത്രം പണിതു തരാം. എനിക്കൊരു മേശിരിയെ അറിയാം. ഉടനെ അയാളെ വിളിച്ച് ഇതേ സ്ഥലത്ത് വേറൊരു ക്ഷേത്രം പണിയാൻ പറയാം. ശരി, പെട്ടെന്ന് ആ മേശിരിയെ വിളിച്ചുകൊണ്ട് വാ. സുപ്രിയ ഉടനെ പോയി ആ മേശിരിയെ വിളിച്ചുകൊണ്ടുവന്നു. മേശരിയും ആ സ്ഥലത്തേക്ക് വന്ന് പഴയ ക്ഷേത്രമുണ്ടായിരുന്ന സ്ഥലത്തിൽ വീണ്ടും ചെങ്കട്ടകൾ വെച്ച് ക്ഷേത്രം പണിയാൻ തുടങ്ങി. ആ ക്ഷേത്രം പതുക്കെ പതുക്കെ പണിതു വരുമ്പോൾ മഴയും പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു. ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്നത് കണ്ട് മഹേഷും അപ്പോൾ ആ സ്ഥലത്തേക്ക് വന്നു. അയ്യോ, ഇങ്ങനെ ക്ഷേത്രം പണിയുന്നത് കൊണ്ട് മഴ കുറയുമോ? അയ്യോ, ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ ഇന്ദ്രദേവനെ അപമാനിച്ച് വലിയ തെറ്റ് ചെയ്തു. ഈ പാപം ഞാൻ തന്നെ അവസാനിപ്പിക്കാം. ക്ഷേത്രം പണിത് തീർത്തതും മഹേഷ് ആ ക്ഷേത്രത്തിനുള്ളിൽ മഹേഷ് തന്റെ കൈകൾ കൊണ്ട് തന്നെ ഇന്ദ്രദേവന്റെ ശില്പം വെച്ചു. പിന്നെ കൈകൂപ്പി നിന്ന് ഇന്ദ്രദേവനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു.
ഇന്ദ്രദേവ, ഞാൻ വലിയ തെറ്റ് ചെയ്തു. എന്നോട് ക്ഷമിക്കൂ. ഇന്ദ്രലോകം എന്ന ഈ ഗ്രാമത്തെ ദയവ് ചെയ്ത് രക്ഷിക്കൂ. മഹേഷ് ഇങ്ങനെ ആ ക്ഷേത്രത്തിനുള്ളിൽ ശില്പം വയ്ക്കുന്നത് ആകാശത്തിൽ നിന്നും ഇന്ദ്രദേവനും കണ്ടു. അദ്ദേഹം ഒരുപാട് സന്തോഷവാനായി. അങ്ങനെ തന്റെ ശക്തി കൊണ്ട് ആ മഴയും അദ്ദേഹം നിർത്തി. മഴ നിന്ന് കുറച്ചു നേരത്തിന് ശേഷം ആ ഗ്രാമത്തിലേക്ക് കയറിയ വെള്ളവും പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി. അങ്ങനെ ഇന്ദ്രലോക ഗ്രാമം വീണ്ടും പഴയതുപോലെയായി. മഹേഷും ഒച്ചയുണ്ടാക്കിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ ഇന്ദ്രദേവനെ പ്രാർത്ഥിച്ചു. ഇന്ദ്രദേവന് ജയ്! ഇന്ദ്രദേവന് ജയ്! ജയ്! മഹേഷും പിന്നെ ഗ്രാമജനങ്ങൾ എല്ലാവരും ചേർന്ന് യാഗത്തിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി.